ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ റെയിൻ ഡ്രോപ്പ് കേക്ക് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. റെയിൻ ഡ്രോപ്പ് കേക്ക് എന്ന് പറയുന്നത് ശരിക്കും റെയിൻ ഡ്രോപ്പ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ കേക്കിൻ്റെ ഒന്നും തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ജെല്ലി തന്നെയാണ്. അപ്പോൾ ഇത് ചൈനയിലാണ് ഫസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവരാണ് ഈ പേര് കൊടുത്തിരിക്കുന്നതും. അപ്പോൾ അവർ അഗാർ പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്നു. ഞാനിവിടെ ജെലാറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. അഗാർ പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ജെല്ലി നമുക്ക് കിട്ടും. ഇതാവുമ്പോൾ ജെലാറ്റിൻ ആകുമ്പോൾ ഒരു മഞ്ഞ കളർ ഓൾറെഡി ജെലാറ്റിൻ ഉണ്ട്, അപ്പോൾ ആ ഒരു കളറേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അഗാർ പൗഡർ കിട്ടുകയെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ ഐസ് കോൾഡ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് 5 മിനിറ്റ് നേരം. ഇനി ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു 2-2.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജെലാറ്റിൻ യൂസ് ചെയ്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂണാണ്. ഒരു ഗ്ലാസ് വെള്ളം മതിയാവും. 1.25 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നെ എടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തു. ഐസ് കോൾഡ് വാട്ടർ 3 ടേബിൾ സ്പൂൺ എടുത്തു. അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 5 മിനിറ്റ് നേരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 2.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. പിന്നെ നമ്മുടെ ജെലാറ്റിനും സോക്ക് ചെയ്ത ജെലാറ്റിനും കൂടി ഇട്ടു. ഇതൊക്കെ ഒന്ന് മെൽറ്റായി ക്ലിയറായിട്ട് വരുമ്പോൾ, ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് കൂൾ ചെയ്യാനായിട്ട് വെക്കാം. കൂൾ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അത് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു ബൗളെടുത്തു. അതിൽ ഇത്തിരി ഓയിൽ തേച്ച് കൊടുക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് അത് വൈപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഓയിലിൻ്റെ ഒരു അംശം ചെറുതായിട്ട് അതിലുണ്ടാവും. അത് വേണം, കാരണം ജെല്ലി റിമൂവ് ചെയ്യുമ്പോൾ ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടുപോരും. എന്നിട്ട് നമ്മൾ 3/4 ഭാഗത്തോളം ജെലാറ്റിൻ മിക്സ് ഒഴിക്കാം. അപ്പോൾ വലിയൊരു ബൗളും ചെറിയൊരു ബൗളും എടുത്തിട്ടുണ്ട്. അതിൽ മിക്സ് ഒഴിച്ചതിന് ശേഷം സ്ട്രോബെറി വയ്ക്കുക. 3-4 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ 2-3 സെക്കൻഡ് നേരം അതൊന്ന് ഇറക്കി വെച്ച് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് മുങ്ങിപ്പോവരുത് ശ്രദ്ധിക്കണം. ഒന്ന് വെച്ചിട്ട് എടുക്കുക വേണ്ടു. എടുത്തിട്ട് റിമൂവ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ജെല്ലി പുറത്തേക്ക് വരും, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് റെഡിയാവും.